നിങ്ങളെടുത്ത വീഡിയോ ക്ലിപ്പുകൾ സ്ലോ മോഷൻ ആക്കാനും ഫാസ്റ്റ് മോഷൻ ആക്കാനും നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ നമുക്ക് അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ഇത്ര ഭാഗം എനിക്ക് സ്ലോ മോഷൻ ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം കട്ട് ചെയ്തിട്ട് അത് സ്ലോ മോഷൻ ആക്കുന്നു. എങ്കിൽ പോലും എനിക്ക് അത്രത്തോളം പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോസിൻ്റെ ഏതൊരു ഭാഗവും സ്ലോയും ഫാസ്റ്റും അതും ജസ്റ്റ് ഒരു വിരൽ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾ ഓൾറെഡി ബി-റോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ. ഇറ്റ്സ് മീ അൻഷാദൻ നിസാർ. ലെറ്റ്സ് ഇൻട്രോ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് കാണുന്നത് ഇവിടെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, സ്ലോ മോഷൻ എഫക്ട്സ് എന്നും അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്ലോ മോഷൻ എന്നും. ഇപ്പോൾ ഈ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിവിടെ ഫസ്റ്റ് കൊടുക്കുന്നത് ഈ സ്ലോ മോഷൻ എഫക്ട്സ് എന്നുള്ള ഈ ഒരു ഈ ഒരു ഐക്കണിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് റെക്കോർഡ് മൂവി, ചൂസ് മൂവി എന്ന് കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനാണ്, സ്ലോ മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് മൂവി കൊടുക്കാം. ഞാനിവിടെ ചൂസ് മൂവി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുവാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് ഏതാണ് നിങ്ങളുടെ വീഡിയോ ഫയൽ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ എൻ്റെ വീഡിയോ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും, അതായത് അഡ്വാൻസ്, സിമ്പിൾ. ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ അഡ്വാൻസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു വിരൽ കൊണ്ട് നമുക്ക് സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും ആക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ ഇപ്പോൾ നമ്മൾ ടൈം ലൈൻ ഇതാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എങ്ങോട്ട് വേണോ ഡ്രാഗ് ചെയ്ത് മാറ്റാനും മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ നടുക്കൂടെ നിങ്ങൾക്ക് ഒരു വര കാണാം, അല്ലെങ്കിൽ ഒരു ലൈൻ കാണാൻ പറ്റും. ഈ ലൈനാണ് ഇതിൻ്റെ കറക്റ്റ് സ്പീഡെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഡോട്ടിനെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ വേണോ ഡോട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് ക്രിയേറ്റ് ആവും. നമ്മൾ ഈ ഡോട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയി കഴിയും തോറും നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂടും, അതായത് ഫാസ്റ്റ് മോഷൻ ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ലോ ആയിട്ട് വന്നിട്ട് ഫാസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ കണ്ടോ. നേരെ മറിച്ച് ഈ ഒരു ഡോട്ടിനെ നമ്മൾ ഏറ്റവും താഴേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആയിരിക്കും കണ്ടോ, കട്ടയ്ക്ക് സ്ലോ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വിരൽ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഫാസ്റ്റ് ആക്കാം, സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം. ഇത് ടോപ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആവും, ഇത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ലോ ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോയുടെ ടൈം ലൈൻ ഇവിടെ തൊട്ട് ഇങ്ങനെ അറ്റം വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് എവിടെയൊക്കെ സ്പോട്ടിൽ നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കാം, അതുപോലെ ഫാസ്റ്റ് മോഷൻ ആക്കാം. അത് നിങ്ങളുടെ ഒരു വീഡിയോ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ വരുമ്പോൾ സ്ലോ ആയിട്ട് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഫാസ്റ്റ് ആവണം. അപ്പോൾ ഞാനിങ്ങനെ കൂട്ടി വെക്കുവാണ്. ഇപ്പം നോക്കിക്കോളാം കണ്ടോ, വളരെ ഈസിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്തത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അല്ലാതെ ഉണ്ട്. നിങ്ങളത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഡോട്ട് നിങ്ങൾ ഇട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിമൂവ് പോയിന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് പോകും. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇനി സേവ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഈ സേവ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുക. നിങ്ങൾക്ക് ഇതാ ഇവിടെ ഈ ഒരു ബട്ടൺ ഓൺ ആക്കി ഇടാം, ഓഫ് ആക്കി ഇടാം. ഇത് സൗണ്ടാണ് നമ്മളുടെ വീഡിയോയുടെ. അപ്പോൾ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. ഇത് നമ്മളുടെ ആ വീഡിയോയുടെ വോളിയമാണ് എക്സ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കി ഇടാം. പിന്നെ ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളിവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഇവിടെ ഈ HD ക്വാളിറ്റി എന്നുള്ളത് ഓഫ് ആയിരിക്കും. അത് നിങ്ങൾ ഓൺ ആക്കുക. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഫ്രീ വെർഷനിൽ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കാനേ പറ്റത്തുള്ളൂ, ഓൺ ആക്കാൻ കഴിയില്ല. കാരണം അത് ട്രയൽ വെർഷനാണ്. അപ്പോൾ നിങ്ങളിത് ഓൺ ആക്കി HD ക്വാളിറ്റി എന്നുള്ളത് ഓൺ ആക്കി ഇവിടെ ഒരു ഗ്രീൻ കളർ കത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് പ്രോസസ്സിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മളുടെ വീഡിയോ സേവായി ഗാലറിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, അടിപൊളി ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പുതിയ ആളാണെങ്കിൽ ഈ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, ഫിലിം മേക്കിംഗ്, മൊബൈൽ ഫിലിം മേക്കിംഗ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, FPS. അതിനെക്കുറിച്ചൊരു വീഡിയോ, സിനിമാറ്റിക് വീഡിയോസ് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കാണും. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അത്തരം ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും പറയണ്ട, നമ്മളെ ചാനലിൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കണ്ടന്റ് 100% അത് കാണുന്ന ഒരു വ്യക്തിക്ക്, മുഴുവനായി കാണുന്ന ഒരു വ്യക്തിക്ക് ഉപയോഗപ്പെടണം എന്നൊരു വാശി തുടക്കം തൊട്ടേ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാനലിന് ദോഷം വന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പൊളി വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദൻ നിസാർ, ഐസപ്പൻ ഫോട്ടോഗ്രാഫി. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.